എല്ലാവർക്കും സുരാജ് വ്ളോഗിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം ശത്രുദോഷമൊക്കെ ബാധിച്ച വീടുകളിൽ ഉണ്ടാകുന്ന ലക്ഷണങ്ങളെ കുറിച്ചിട്ടുള്ള ഒരു വീഡിയോ ഇതുണ്ട്. അപ്പോൾ അത് കാണാത്തവരത് കാണുക. പിന്നെ നിങ്ങൾ എല്ലാവരും വീഡിയോ കാഴ്ച കുറവാണ്, വീഡിയോ കാണുന്നില്ല. അപ്പോൾ നിങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. എന്നാലാണ് ഞാൻ ചെയ്യുന്ന വീഡിയോസിന് നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കണ്ടിന്യൂസ് ലഭിക്കുള്ളൂ. സബ്സ്ക്രൈബ് ചെയ്ത് വെച്ച് തൊട്ടടുത്ത ബെൽ ബട്ടൺ അമർത്തുക. അപ്പോൾ ഞാൻ ചെയ്യുന്ന വീഡിയോസ് നോട്ടിഫിക്കേഷൻ കണ്ടിന്യൂസ് ലഭിക്കും. അതുപോലെ നിങ്ങൾക്ക് കിട്ടിയ അറിവ് മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് ഓരോ നക്ഷത്രങ്ങൾക്കും നമുക്ക് അശ്വതി മുതൽ രേവതി വരെയുള്ള 27 നക്ഷത്രങ്ങൾക്കും വിവാഹത്തിൻ്റെ വയസ്സുകളാണ് പറയാനായിട്ട് പോകുന്നത്. അപ്പോൾ നമുക്ക് ഒരു നക്ഷത്രം ചെറിയ വിവാഹപ്രായങ്ങൾ ഏതൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. പെട്ടെന്ന് നോക്കിയങ്ങ് പോകാം. അപ്പോൾ കുറേ പേര് സംശയം ചോദിച്ചത് കാരണമാണ് ഇപ്പോൾ നമ്മൾ ഇങ്ങനൊരു വീഡിയോ ആയിട്ട് ചെയ്യണത്. അപ്പോൾ അശ്വതി നക്ഷത്ര ജാതരുടെ വിവാഹപ്രായം എന്ന് പറയുന്നത് 19 വയസ്സ്, 21 വയസ്സ്, 23 വയസ്സ്, 27 വയസ്സ്, 29 വയസ്സ്. അതുപോലെ തന്നെ ഭരണി നക്ഷത്രത്തിൻ്റെ 19, 23, 25, 27. കാർത്തിക നക്ഷത്രത്തിൻ്റെ 27, 29, 31. രോഹിണി നക്ഷത്രത്തിന് 19 വയസ്സ്, 21 വയസ്സ്, 26 വയസ്സ്, 30 വയസ്സ്, 31 വയസ്സ്. മകര നക്ഷത്രത്തിന് 19 വയസ്സ്, 23 വയസ്സ്, 25 വയസ്സ്, 29 വയസ്സ്, 33 വയസ്സ്. തിരുവാതിര നക്ഷത്രത്തിൻ്റെ 19 വയസ്സ്, 21 വയസ്സ്, 27 വയസ്സ്, 29 വയസ്സ്, 31 വയസ്സ്. പുണർന്ന നക്ഷത്രത്തിന് 21 വയസ്സും, 23 വയസ്സ്, 29 വയസ്സ്, 31 വയസ്സ്, 37 വയസ്സ്. അതുപോലെ പൂയ നക്ഷത്രത്തിൻ്റെ 21 വയസ്സ്, 27 വയസ്സ്, 31 വയസ്സ്, 36 വയസ്സ്, 41 വയസ്സ്. ഇന്ന സമയത്തൊക്കെ വിവാഹം നടക്കാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ ആയില്യം നക്ഷത്രത്തിന് 19 വയസ്സ്, 23 വയസ്സ്, 27 വയസ്സ്, 29 വയസ്സ്, 30 വയസ്സ്, 31 വയസ്സ്, 32 വയസ്സ്. ഇത് വയസ്സുകളിലൊക്കെ കല്യാണം നടക്കാനുള്ള സാധ്യതയുണ്ട്. മകം നക്ഷത്രത്തിന് 19, 21, 23, 25, 27, 29, 31. അതുപോലെ തന്നെ പൂരം നക്ഷത്രത്തിന് പുരുഷനാണെങ്കിൽ 27 വയസ്സ് ഏറ്റവും നല്ലത്. 21, 23, 28 വയസ്സുകളിലൊക്കെ ആവാം. ഉത്തര നക്ഷത്രത്തിന് 19 വയസ്സ്, 23 വയസ്സ്, 26 വയസ്സ്, 27 വയസ്സ്, പിന്നെ 37 വയസ്സ് വരെ നമുക്ക് വിവാഹയോഗമുണ്ട്. അതുപോലെ തന്നെ അത്തം നക്ഷത്രത്തിന് 19 വയസ്സ്, 21 വയസ്സ്, 22 വയസ്സ്, 26 വയസ്സ്, 28 വയസ്സ്, പിന്നെ 32 വയസ്സ് വരെ. ചിത്ര നക്ഷത്രത്തിന് 21 വയസ്സ്, 23 വയസ്സ്, 27 വയസ്സ്, 29 വയസ്സ്. ചൊവ്വ നക്ഷത്രത്തിന് 21 വയസ്സ്, 22 വയസ്സ്, 27, 29, 31, 33, 36, പിന്നെ 37. വിശാഖ നക്ഷത്രത്തിന് 23 വയസ്സ്, 25 വയസ്സ്, 27 വയസ്സ്, 29 വയസ്സ്, 31 വയസ്സ്, 33 വയസ്സ്. അതുപോലെ അനിഴം നക്ഷത്രത്തിന് 21 വയസ്സ്, 23 വയസ്സ്, 25 വയസ്സ്, 26 വയസ്സ്, 29 വയസ്സ്, 36 വയസ്സ് വരെ. തൃക്കേട്ട നക്ഷത്രത്തിന് 19 വയസ്സ്, 22 വയസ്സ്, 24 വയസ്സ്, 26 വയസ്സ്, 29 വയസ്സ്, 31 വയസ്സ് വരെ. മൂലം നക്ഷത്രത്തിന് 21, 23, 27, 28, 33 മുതൽ 33, 36 വയസ്സിനുള്ളിൽ. പൂരാട നക്ഷത്രത്തിന് 19, 23, 25, 29, പിന്നെ 30. ഉത്തരാട നക്ഷത്രത്തിന് 21, 29, പിന്നെ 27, 31 വയസ്സ് വരെ. അത് തിരുവോണ നക്ഷത്രത്തിന് 19, 21, 23, 25, 27, 31 വയസ്സ് വരെ തിരുവോണ നക്ഷത്രത്തിന്. അതുപോലെ തന്നെ അവിട്ടം നക്ഷത്രത്തിന് 25, 27, 29, 31, 33. ചതയം നക്ഷത്രത്തിന് 19, 21, 23, 27, 29, 31 വയസ്സ് വരെ. പൂരുട്ടാതി 25, 27, 23, 21, 25 ഒക്കെ ആവാം. ഉത്രട്ടാതി നക്ഷത്രത്തിന് 29, 28, 27, 40, 41. രേവ നക്ഷത്രത്തിന് 19, 20, 19, 21, 23, 25, 28, 29 വയസ്സ് വരെ ആവാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. അപ്പോൾ എല്ലാവരിലേക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അവരുടെ വിവാഹപ്രായമൊക്കെ അവരൊന്ന് അറിഞ്ഞിരുന്നോട്ടെ. ഈ പ്രായത്തിലൊക്കെ വിവാഹം കഴിക്കാൻ പരമാവധി നോക്കുക. ജാതകവശമൊക്കെ ഒന്ന് പരിശോധിക്കുന്നത് പൊതുഫലമാണ് പറയുക. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നുണ്ട്. ഇന്നത്തെ വീഡിയോ നിർത്തുന്നു. നന്ദി, നമസ്തേ.